ഇടുക്കി പുല്ലുപാറയിൽ അപകടത്തിൽപ്പെട്ട KSRTC ബസ്സിന് ബ്രേക്ക് തകരാറില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ്. ചെറിയ ഗിയറിൽ ഇറങ്ങിയതാണോ അപകടത്തിന് കാരണമെന്ന് പരിശോധിക്കും. ബസ്സിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് ബസ്സിന്റെ ഡ്രൈവർ പറഞ്ഞിരുന്നത്. സംവിധാനങ്ങൾ നിലവിൽ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അന്തിമമായ തീരുമാനത്തിനാണ് ഈ വണ്ടിയുടെ ഘടകഭാഗം, അതായത് ഹബ്ബ് അഴിച്ചിട്ട് ബ്രേക്ക് ഷൂവിൻ്റെ നിലവിലുള്ള സ്ഥിതി കൂടി പരിശോധിച്ച ശേഷം അന്തിമമായ തീരുമാനത്തിലെത്തും. റിപ്പോർട്ട് ഈ ഭാഗം കൂടി അയച്ച ശേഷം നമ്മൾ വണ്ടി റിലീസ് ചെയ്യാനുള്ള അനുമതി കൊടുക്കും. റിപ്പോർട്ട് ഈ വക കാര്യങ്ങൾ 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ്, KSRTC, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, ഈ 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൂടിയാലോചിച്ചിട്ട് റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ കൊടുക്കും. ജെയിനിസ് രാജു നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെയിൻ, ഈ അപകടം ഉണ്ടായ ദിവസം ജെയിൻ ആ ഡ്രൈവറുമായി സംസാരിച്ചതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ അപകടത്തിന് കാരണം ബ്രേക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ MVD നടത്തിയ പരിശോധനയിൽ അതല്ല പ്രശ്നമെന്ന് കണ്ടെത്തുകയാണോ? ബ്രേക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞത് ഒരുപക്ഷെ ശരിയാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ബ്രേക്കിന്റെ തകരാറ് മൂലമാണ് എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു കണ്ടെത്തൽ. അതായത് ബ്രേക്കിന് സാങ്കേതികമായി തകരാറുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഡ്രൈവർ സാധാരണ നമ്മൾ ഇറങ്ങുമ്പോൾ കയറ്റം കയറുന്ന അതേ ഗിയറിൽ തന്നെ വേണം ഇറങ്ങാൻ. അതിന് പകരം ചെറിയ ഗിയറിൽ തുടർച്ചയായി വാഹനം ഓടിക്കുകയും തുടർച്ചയായി ബ്രേക്ക് ഉപയോഗിക്കുകയും ചെയ്തത് കൊണ്ടുണ്ടായ പ്രശ്നമാണ് ഈ അപകടത്തിന് കാരണം എന്ന രീതിയിലാണ് മോട്ടോർ വാഹന വകുപ്പ് സംശയിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ അപകട സമയത്ത് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചു, കോ ഡ്രൈവറും ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചു എന്ന തരത്തിലൊക്കെയുള്ള വിശദീകരണം ഉണ്ടായിരുന്നു. അതൊന്നും ശരിയല്ല എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെയും KSRTCയുടെയും കണ്ടെത്തൽ. ഈ കാര്യത്തിൽ ഡ്രൈവറുടെ ഇത്തരം പാതകളിൽ വാഹനം ഓടിച്ചുള്ള പരിചയക്കുറവാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന ഒരു നിഗമനത്തിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് എത്തുന്നത്. അല്ലെങ്കിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം ഈ അപകടത്തിന് കാരണം. ഈ 2 സാധ്യതകളാണ് മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരാൻ ടയർ ഡ്രം അതഴിച്ച് അതിൻ്റെ ബ്രേക്ക് ഷൂ അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ആ ബ്രേക്ക് ഷൂ പരിശോധിക്കുമ്പോൾ ഈ തുടർച്ചയായി ബ്രേക്ക് ഉപയോഗിച്ചതുകൊണ്ട് അത് ചൂടായി ബ്രേക്ക് നഷ്ടപ്പെട്ടതാണെങ്കിൽ ആ ടയർ ഡ്രം പരിശോധിക്കുമ്പോൾ ആ കാര്യം വ്യക്തമാകും എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. അതനുസരിച്ച് തൊട്ടടുത്ത ഡിപ്പോയിലേക്ക് ഈ KSRTC ബസ് മാറ്റും. അവിടെ വെച്ച് വേണം ടയർ അഴിച്ച് ഈ എയർ ഡ്രം പരിശോധിക്കാൻ. ഈ വാഹനത്തിൻ്റെ എയർ ബ്രേക്കിൽ എയർ നഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ അപകടം നടന്ന സ്ഥലത്ത് ബ്രേക്ക് പിടിക്കുമ്പോൾ ടയർ ഉരഞ്ഞുണ്ടായ പാട് അത് ദൃശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ബ്രേക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു നിഗമനത്തിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് എത്തുന്നത്. എന്തായാലും തുടർച്ചയായിട്ടുള്ള ബ്രേക്ക് ഉപയോഗം കൊണ്ടുണ്ടായ പ്രശ്നമാണോ ഇത്, അല്ലെങ്കിൽ ഇത്തരം മലമ്പാത വണ്ടി ഓടിച്ചുള്ള പരിചയക്കുറവ് മൂലം തുടർച്ചയായി ബ്രേക്ക് ഉപയോഗിച്ചത് കൊണ്ടുണ്ടായ അപകടമാണോ ഇത് എന്ന് ആണ് ഇനി പരിശോധിക്കുന്നത്. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ KSRTC ബസ് തൊട്ടടുത്ത ഡിപ്പോയിലേക്ക് മാറ്റും. അവിടെ വെച്ചിട്ടായിരിക്കും ഈ ടയർ അഴിച്ചു മാറ്റി അതിൽ ടയർ ഡ്രമ്മിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുക.